ഇവിടെ ഒരു നല്ല ആശുപത്രി കാണിച്ചൂടെ? എത്രയോ ഡോക്ടർമാരെ കാണിച്ചതാ, ഇപ്പോഴും കാണിക്കുന്നുണ്ട്. ശരിക്കും എന്താ പ്രശ്നം? ജനിച്ചപ്പോൾ തൊട്ട് ഓരോരോ അസുഖങ്ങളാ. തൊട്ടടുത്തുള്ള തോട്ടത്തിൽ എൻഡോസൾഫാൻ അടിക്കുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം കൊണ്ടാന്നാ പറഞ്ഞത്. എൻ്റെ കുഞ്ഞിക്ക് മാത്രമല്ല, ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും പേര് പോലും അറിയാത്ത ഓരോരോ അസുഖങ്ങളാ. ഇവളുടെ അച്ഛൻ മരിച്ചതും അസുഖം വന്നിട്ടാ. ലക്ഷ്മി, എനിക്ക് ഈ മാല പണയം വെക്കാൻ പറ്റുമോ ബാങ്കിൽ? സതി നാളെ വന്നോ ബാങ്കിലേക്ക്? ചേട്ടനോട് അക്കൗണ്ട് എന്തായാലും തുടങ്ങിയല്ലോ. ബാക്കി ഡോക്യുമെന്റ്സ് ആയിട്ട് വന്നാൽ മതി, നമുക്ക് ശരിയാക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നും പെട്ടെന്നാവില്ല സാറേ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. വലിയ ഉപകാരം സാറേ. ഞാൻ പോയിട്ട് വരാം. സാറേ, വിജയ് സാറ് പറയുന്ന പോലെ ലോണിന് വരുന്ന എല്ലാവരെയും അങ്ങനെ അങ്ങ് പറഞ്ഞു വിടാൻ പറ്റുമോ? ഹെഡ് ഓഫീസിൽ നിന്ന് അപ്രൂവൽ വരാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് കാരണം പറഞ്ഞിട്ടായാലും ഒഴിവാക്കി വിട്ടേ പറ്റൂ. എത്ര കാലത്ത് വെച്ചിട്ട് എങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഒഴിവാക്കി വിടുന്നു സാർ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അത് വരാളെ വെച്ചത്. ഹലോ ചേട്ടാ, ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ. ആര്? ഞാൻ. ആരും പറഞ്ഞില്ലല്ലോ. ഈടെ ഒരു തൂവാലിട്ടേ കണ്ടില്ലേ? തൂവാല്? കർച്ചീഫ്. ആ, കണ്ടില്ല. അത് ഓള് വെച്ചിട്ട് പോയത്. ഇറങ്ങേ, ഇറങ്ങിക്കൊടുക്ക്. തുറ. ഏട്ടാ, ജീപ്പ് നിർത്തി. പശുവിന്റെ ലോൺ വേണമെങ്കിൽ ആദ്യം അക്കൗണ്ട് തുടങ്ങണം. അതിനെന്താ വേണ്ടേ? ID കാർഡ് ഉണ്ടോ? ഇല്ല. ഫോട്ടോ ഉണ്ടോ? പശുവിന്റെ ആണോ? പശുവിന്റെ ഫോട്ടോ കിട്ടി നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. നിങ്ങളെ ഫോട്ടോ വേണം. വലിയ ഫോട്ടോ ആണോ? അതിവിടെ ചുമരുമ്പ് തൂക്കാളല്ല, ഇതിൽ ഒട്ടിക്കാനുള്ള ചെറിയ ഫോട്ടോ മതി. പാസ്പോർട്ട്. ലക്ഷ്മി, ഹലോ ഹലോ. എപ്പോഴാ ഈ ബ്രാഞ്ച് തുടങ്ങിയത്? 3 ദിവസമായി. എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ? അല്ല, വെറുതെ കയറിയതാ. ഓ, ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ്സായിട്ടിരിക്കുവാണ്. ആഹാ. അപ്പോയിന്റ്മെന്റ് ആയോ? ഇല്ല, ഇന്റർവ്യൂ ഇന്നലെ ബാംഗ്ലൂർ വെച്ചായിരുന്നു. ഇവിടെ അടുത്താ താമസിക്കുന്നേ? അതെ. ശരി, വരുന്നു. ശരി. ലക്ഷ്മി, അതെ, ഇവിടെ ജോലി കിട്ടാൻ വല്ല ടെസ്റ്റും എഴുതിയിരുന്നു? ഇല്ല, ഇത് റൂറൽ ബ്രാഞ്ച് ആയതുകൊണ്ട് നമ്മുടെ എല്ലാവരെയും സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണെന്ന് എന്നോട് പറഞ്ഞു.